നമസ്കാരം. എൻ്റെ പേര് അനീജോ. ഞാൻ ആശാൻ മെമ്മോറിയൽ TTAയിലെ ഈ സ്ഥാപനത്തിലെ കായികാധ്യാപകനാണ്. 1989 ഞാൻ ഈ വിദ്യാലയത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത്. ഇന്ന് 37 സംവത്സരങ്ങൾ പൂർത്തിയാവുകയാണ്. വളരെ അഭിമാനമുണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ആയതിൽ. കാരണം ജാതി വ്യവസ്ഥ കൂടിക്കൊണ്ടിരുന്നൊരു കാലത്ത്, അതായത് 1935 പിന്നാക്ക സമുദായത്തിൽ പഠിക്കുന്ന പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകാതിരുന്ന ഒരു കാലത്ത്, പ്രധാനമായിട്ടും ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് കയർ മേഖലയിലെ വിദ്യാർത്ഥികളും മറ്റൊരു ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളുമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. ഈ കുട്ടികൾക്ക് സാധാരണ വിദ്യാഭ്യാസം ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ വെട്ടൂർ മേഖലയിലെ, വിളഭാഗം മേഖലയിലെ, റാത്തിക്കൽ മേഖലയിലെ ഉയർന്ന ചിന്താഗതിയുള്ള 15 കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് ഈ ഉച്ചനീചത്വത്തിനെതിരെ അവർ പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചു. മഹാനായ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ള ഒരു സന്ദേശം ആണ് ഇവരെ ഇതിനു വേണ്ടി പ്രചോദിപ്പിച്ചത്. ഈ പ്രദേശത്ത് സാധാരണ ജനങ്ങളുടെ മക്കൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെയാണ് ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇതിന് ആശാൻ മെമ്മോറിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് വരാൻ തന്നെ കാരണം, അന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ മാത്രം അകലെയാണ് മഹാനായ കുമാരനാശാൻ്റെ ജന്മസ്ഥലം. അപ്പോൾ അന്ന് ഈ പ്രദേശത്തെയും ജനങ്ങളെ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാകവി കുമാരനാശാൻ. സാമൂഹ്യ പരിഷ്കർത്താവ്, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു സ്വാധീനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ വിപ്ലവകാരി എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു കാര്യം കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് മഹാകവി കുമാരനാശാൻ്റെ പേര് വരുന്നതും ഈ സ്ഥാപനം ആശാൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയത്. 1935 ആശാൻ മെമ്മോറിയൽ ബേസിക് ട്രെയിനിങ് സ്കൂൾ എന്ന പേരിൽ ആരംഭിച്ച ഈ വിദ്യാലയം 1985-86 കാലഘട്ടത്തിൽ ആശാൻ മെമ്മോറിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. 1935 ഈ വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് വിദ്യയോടൊപ്പം തന്നെ തൊഴിലും അഭ്യസിക്കാനുള്ള ഒരു ഇടമായി ഈ വിദ്യാലയം മാറ്റണം. അതുകൊണ്ടാണ് ഇതൊരു അധ്യാപക പരിശീലന കേന്ദ്രം കൂടി തുടങ്ങാൻ അവർ ആഗ്രഹിച്ചതും അതിനുവേണ്ടി ശ്രമിച്ചതും. അതിൻ്റെ ഫലമായിട്ട് 2 യൂണിറ്റുകളിലായിട്ട് ഇവിടുത്തെ അധ്യാപക പരിശീലനം നടത്താനുള്ള അനുമതി ലഭിക്കുകയും കാലക്രമേണ അത് ഒരു യൂണിറ്റായി മാറുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കയർ തൊഴിലാളികളുടെയും മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കളാണ് പ്രധാനമായും നമ്മുടെ വിദ്യാലയത്തിൽ വിദ്യാഭ്യസിക്കാനായിട്ടെത്തുന്നത്. ഈ കാലയളവിന് ഇടയിൽ തന്നെ ഒട്ടനവധി മഹാപ്രതിഭകളെ വാർത്തെടുക്കാൻ ഈ അക്ഷരമുത്തശ്ശിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഉന്നത പോസ്റ്റുകളിൽ വിരാജിക്കുന്ന, നമുക്ക് എന്നും അഭിമാനം കൊള്ളാവുന്ന ഒട്ടനവധി മഹത് വ്യക്തികളെ സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഈ വിദ്യാലയം വർക്കല ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിലൊന്നാണ്. അപ്പർ പ്രൈമറി വിഭാഗം മാത്രമല്ല, ട്രെയിനിങ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അത് മറ്റ് മത്സര പരീക്ഷകൾക്കായാലും ശരി തന്നെ, കേറ്ററ്റ് പോലുള്ള പരീക്ഷകൾക്കായാലും ശരി തന്നെ, ഇക്കഴിഞ്ഞ PSC പരീക്ഷകൾക്കായാലും ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് ഈ വിദ്യാലയത്തിലെ പഠനം കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണെന്നുള്ള കാര്യം ഏറെ അഭിമാനത്തോടുകൂടി ഈ സമയം ഓർക്കുകയാണ്. കൂടാതെ തന്നെ വിവിധ കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും പ്രവൃത്തി പരിചയ, സയൻസ്, സാമൂഹ്യപാഠ ഫെസ്റ്റിലുമൊക്കെ
വർക്കല ഉപജില്ലയിലെ മികച്ച നിലവാരം പുലർത്തിക്കൊണ്ട് ഓവറാൾ ചാമ്പ്യൻഷിപ്പുകൾ നേടാൻ ഈ വിദ്യാലയത്തിനായിട്ട് USS സ്കോളർഷിപ്പ്, സംസ്കൃതം സ്കോളർഷിപ്പുകൾ തുടങ്ങിയ സ്കോളർഷിപ്പുകൾ നേടിക്കൊണ്ട് വളരെ മിന്നുന്ന പ്രകടനമാണ് ഈ വിദ്യാലയത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഇവിടെ അപ്പർ പ്രൈമറി എന്നോ ട്രെയിനിങ് വിഭാഗമെന്നോ അധ്യാപകേതര ജീവനക്കാരെന്നോ വ്യത്യാസമില്ലാതെ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മുഴുവൻ ജീവനക്കാരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി. UP വിഭാഗത്തിലും ട്രെയിനിങ് വിഭാഗത്തിലും ഓഫീസ് ജീവനക്കാരായി ആയും 18 ജീവനക്കാരാണ് ഈ സ്കൂളിൽ ആകെ പ്രവർത്തിക്കുന്നത്. മറ്റു വിദ്യാലയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയതായിട്ടുള്ള ശേഷികൾ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നതിന് വേണ്ടി, പ്രകൃതിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അവൻ്റെ പഠനം പ്രകൃതിയോട്ട് ഇണങ്ങി ആകുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ സ്കൂളിൽ ഇപ്പം നിലവിൽ ഉണ്ട് എന്നുള്ള കാര്യം ഏറെ അഭിമാനത്തോടുകൂടി പറയുകയാണ്. ഇത് നമ്മുടെ വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനമാണ്. പണ്ട് ഒരു കാലത്ത് മനുഷ്യർ ഏറുമാടങ്ങൾ താമസിച്ചിരുന്നു. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുമിച്ച് തയ്യാറാക്കിയതാണ് ഈ പിന്നിൽ കാണുന്ന ഏറുമാടം. ഒരു ശ്രമകരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. ഇതിൽ കുട്ടികൾ കാണിച്ച ഉത്സാഹവും ആത്മാർത്ഥതയും ഈ സമയത്ത് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ഏറെ ആകർഷകമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ പിന്നിൽ കാണുന്ന ഈ കുളം. കുട്ടികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ചതാണ്. ഇത് സാധാരണ ചാക്കിൽ സിമൻറ്റ് മുക്കി നിർമ്മിച്ച കുളമാണ്. 4 വർഷമാകുന്നു ഈ കുളം പൂർത്തിയാക്കിയിട്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ ഈ കുളത്തിൽ നീന്തി കളിക്കുന്നത് ഫ്ലൈയിങ് ഡക്കാണ്. ജീവികളുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും സാന്നിധ്യമുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന, ഏറ്റവും ശല്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെ എവിടെയായാലും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു കീറാമുട്ടി തന്നെയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശാസ്ത്രീയമായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഒരു തുമ്പൂർ മൊഴിയും അതേപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ഇതിൽ തുമ്പൂർ മൊഴി എന്ന് പറയുമ്പോൾ തന്നെ ജൈവ മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള 2 ക്യൂബിക്കൽ ഇതിൻ്റെ അകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സോപ്പ് ഷോപ്പ്, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ ശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോപ്പ് ഷോപ്പ്, അതായത് കളിക്കോപ്പുകളായാലും ശരി തന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അതായത് മറ്റേ കീറലോ മറ്റോ ഒന്നുമില്ലാത്ത മികച്ച രീതിയിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ വസ്ത്രങ്ങൾ ഇവിടെ കഴുകി കലക്കി സൂക്ഷിച്ച് മറ്റൊരാൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുന്ന സോപ്പ് ഷോപ്പ്. അതുപോലെ തന്നെ ഈ വേസ്റ്റുകൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ അത് സ്കൂളിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് അത് കുട്ടികൾക്ക് പരിശീലനം കൊടുത്ത് വീണ്ടും ഉപയോഗത്തിന് സജ്ജമാക്കുന്ന തരത്തിൽ ഉള്ളൊരു യൂണിറ്റ്, ഈ 3 യൂണിറ്റുകളുമാണ് പ്രധാനമായിട്ടും ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാര്യങ്ങൾ സജ്ജമായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളും പ്രകൃതിയും തമ്മിലുള്ള ഒരു ദൃഢമായുള്ള ബന്ധം രൂപീകരിക്കുന്നതിന് വേണ്ടി 2 ഗിനിപ്പന്നികളെ ഈ വിദ്യാലയത്തിൽ കൊണ്ടുവന്നു. ഇന്നത് 22 ഗിനിപ്പന്നികളായി വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണ പരീക്ഷണശാലകളിൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ജീവികളെ ഉപയോഗിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ഏറ്റവും കൂടുതൽ ഇണക്കവും ഈ ഗിനിപ്പന്നികളോടെയാണ്. അവർ വീടുകളിൽ നിന്ന് വരുമ്പോൾ മുട്ടക്കോസിൻ്റെ തൊലിയും ക്യാരറ്റും അത്യാവശ്യം വേണ്ട പുല്ലും ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അവർ നിരീക്ഷിക്കുന്നുണ്ട്, ഇതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള മുട്ട നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നാടൻ മുട്ടയാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നത്. BV3 വിഭാഗത്തിലുള്ള ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള കോഴികളെയാണ് ഇവിടെ വളർത്തുന്നത്.
ഇത് പരിപാലിക്കുന്നത് കുട്ടികൾ തന്നെയാണ്. ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. കോഴിത്തീറ്റയ്ക്ക് പുറമേ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് സപ്ലിമെൻറ്റുകൾ കൊടുക്കാറുണ്ട്, വൈറ്റമിൻ കൊടുക്കാറുണ്ട്, കാൽഷ്യം കൊടുക്കാറുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കൃത്യമായിട്ട് ശേഖരിച്ച് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വേസ്റ്റാണ് ഇവിടുത്തെ പച്ചക്കറിക്ക് വേണ്ടി, ജൈവ പച്ചക്കറി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പുറകിൽ കാണുന്ന ഭാഗം ആണ് നമ്മളുടെ ഒരു പച്ചക്കറി തോട്ടം. ഇതുപോലെ 2 സ്ഥലങ്ങളും കൂടി നമ്മുടെ കോമ്പൗണ്ടിനകത്ത് പച്ചക്കറിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും അധ്യാപക വിദ്യാർത്ഥികളും പ്രൈമറി വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ കൃഷിയിടങ്ങൾ തയ്യാറാക്കുന്നതും പരിപാലിക്കുന്നതും. ഈ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി ഇവിടുത്തെ നമ്മുടെ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഗിനിപ്പന്നികൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ മുയലുകൾ. എല്ലാ ദിവസവും ഈ മുയലുകളെ വന്ന് പരിപാലിക്കുകയും അവരുടെ സല്ലപിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും അവർക്കിഷ്ടപ്പെട്ട ഒരു നല്ല വിനോദമാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ പരിപാലിക്കുന്നതായിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കൂട് ലവ് ബേഡ്സിൻ്റെയും അതോടൊപ്പം ചേർന്ന് അക്വേറിയമുണ്ട്. അക്വേറിയത്തിൽ ആവശ്യമായിട്ടുള്ള മീനുകൾ കൊണ്ടുവരുന്നതും കുട്ടികൾ തന്നെയാണ്. ലവ് ബേഡ്സിനെ പരിപാലിക്കുന്നതായിട്ടുള്ള സാധാരണ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾക്ക് പുറമേയുള്ള പുല്ലും തുളസിച്ചെടിയും ഒക്കെ കൊണ്ടുവരുന്നതും കുട്ടികൾ തന്നെ. ഞാൻ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. സുജി എസ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആശാൻ മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം കഴിഞ്ഞ 90 വർഷക്കാലമായി നമ്മുടെ പ്രദേശത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിനും ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനും നിരവധി ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്കൂളാണ് ആശാൻ മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ സ്കൂള് നിലവിൽ 90 വർഷത്തെ നീണ്ട വിദ്യാഭ്യാസ യാത്രയിലാണ്. 90 വർഷം പൂർത്തിയാക്കി അതിൻ്റെ നവതി ആഘോഷിക്കുന്ന ഈ അവസരം തീർച്ചയായും നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഈ നിമിഷത്തിൽ ആശാൻ മെമ്മോറിയൽ സ്കൂളിൻ്റെ എല്ലാവിധ വിജയങ്ങൾക്കും സർവ ആശംസകളും ഞാൻ നേരുകയാണ് ഈ അവസരത്തിൽ. എൻ്റെ പേര് സാബു സിജെ. ഞാൻ കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ നിന്ന് ജോയിൻറ്റ് കമ്മീഷണർ തസ്തികയിൽ റിട്ടയർ ചെയ്ത് കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. നിലവിൽ ഈ സ്കൂളിൻ്റെ മാനേജറാണ്. ജാതി വ്യവസ്ഥിതിയും തൊട്ടുകൂടായ്മയും കൊടികുത്തി വാണിരുന്ന 1930 കാലഘട്ടങ്ങളിൽ ഈ നാട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു വന്നിരുന്ന പിന്നോക്ക സമുദായ അംഗങ്ങളായ കുട്ടികൾക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി വിദ്യ കരസ്ഥമാക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. ഇത് മനസ്സിലാക്കി സംഘടിച്ച് ശക്തരാവുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഈ പ്രദേശത്തെ 15 ഈഴവ കുടുംബത്തിൽപ്പെട്ട വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുത്തിയ ഒരാശയത്തിൻ്റെ സാക്ഷാത്കാരമാണ് ആശാൻ മെമ്മോറിയൽ ബേസിക് ട്രെയിനിങ് സ്കൂൾ. ഈ സ്കൂളിന് വേണ്ട വസ്തു വിട്ടു നൽകിയത് മീനാംകുന്നിൽ പെരുമാൾ മാദേവൻ എന്ന മഹത് വ്യക്തിയാണ്. ഈ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏറിയ പങ്കും മേൽപ്പറഞ്ഞ 15 വ്യക്തികൾ നേരിട്ട് നടത്തുകയായിരുന്നു. അങ്ങനെ ആളും അർത്ഥവും നൽകി 15 വ്യക്തികൾ ചേർന്ന് സ്ഥാപിച്ച സ്കൂളാണ് ഇത്. ഒരു സ്കൂളിൽ തന്നെ പഠനവും അധ്യാപന തൊഴിൽ പരിശീലനവും നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ സ്ഥാപക വ്യക്തികളുടെ പരമമായ ലക്ഷ്യം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്കൂളിൽ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ TTC കോഴ്സ് പൂർത്തിയാക്കി സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ
ജോലി ചെയ്ത് വരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. നിലവിൽ ഈ സ്കൂളിൽ ഒരു ബാച്ച് TTC മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തുടക്കകാലത്ത് 2 ബാച്ച് TTC കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ 15 വ്യക്തികളെ മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. മാനേജർ എന്ന നിലയ്ക്ക് അനുമോദിക്കുന്നതോടൊപ്പം ഈ സ്കൂളിൽ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഒരു ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ സ്കൂള് ഇന്ന് നവതിയുടെ നിറവിലാണ്. ഇത്രയും പഴക്കമുള്ള ഒരു സ്കൂളിനെ മാനേജരായി ഇരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷവും ഉണ്ട്. അതിന് സഹകരിക്ക് തന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിക്കുന്നു. എൻ്റെ പേര് വിജു ആർ. ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഇവിടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു വിദ്യാഭ്യാസ ജില്ലയാണ് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ല. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഡി.എഡ് സെൻറ്റർ ഉൾപ്പെടെയുള്ള ഒരു വിദ്യാലയമാണ് AMTTI ഉള്ളപ്പാകം വർക്കല. ഇവിടെ കുട്ടികൾക്ക് കൃത്യമായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്ന രീതിയിലുള്ള അധ്യയനം നൽകുവാൻ വിദ്യാലയം ശ്രമിച്ചു വരും. കുട്ടികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പാഠ്യ പ്രവർത്തനങ്ങൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം വിഭാവന ചെയ്യുവാനും വിദ്യാലയത്തിൻ്റെ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. വിദ്യാലയത്തെ സംബന്ധിച്ച് ഏകദേശം 150ഓളം കുട്ടികൾ UP വിഭാഗത്തിൽ, അതോടൊപ്പം തന്നെ 70ഓളം കുട്ടികൾ DLED പരിശീലനവും ഈ വിദ്യാലയത്തിൽ നേടിവരുന്നത്. അധ്യാപകരെ സംബന്ധിച്ച് നാളുകളിലെ അധ്യാപകരെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമാണ് DLED പരിശീലനം. ആ DLED പരിശീലനത്തിൽ എത്രത്തോളം അധ്യാപനം എന്ന തൊഴിലിൻ്റെ ശാസ്ത്രീയത ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുവാനുള്ള സാഹചര്യവുമെല്ലാം ഉള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. ഈ വിദ്യാലയം ഈ വർഷം നവതി പൂർത്തിയാക്കുകയാണ്. ഈ വിദ്യാലയത്തിന് എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ നൽകുന്നു. നാളുകളിലും ഈ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായി നിൽക്കുവാൻ, ഏറ്റവും വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് ഈ വിദ്യാലയം നിലനിൽക്കുന്നത്. അങ്ങനെ ഈ വിദ്യാലയത്തിന് കടലിൻ്റെ മനോഹാരിതയും അതോടൊപ്പം തന്നെ കടലിരുമ്പം കേൾക്കുവാനുള്ള ഭാഗ്യവും എല്ലാം ഈ വിദ്യാലയത്തിൻ്റെ പ്രകൃതിയെ എന്നും വ്യത്യസ്തമാക്കും. വിദ്യാലയം എന്നും മികവിൻ്റെ കേന്ദ്രമായി മാറട്ടെ എന്നീ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ഞാൻ വർക്കല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. എൻ്റെ പേര് സിനി. എൻ്റെ ഈ ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിലുള്ള ഒരു മികച്ച സ്കൂളുകളിൽ ഒന്നാണ് വർക്കലയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന AMTTI. ഒരുപാട് അധ്യാപക സമൂഹത്തെ വാർത്തെടുക്കുന്നതോടൊപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെയും സമൂഹത്തിൻ്റെ നല്ല വഴിയിലേക്ക് വാർത്തെടുക്കുന്നതിന് ഈ സ്കൂളിന് മികച്ച ഒരു പ്രകടനം അവരുടെ ആ സ്കൂളുകളിൽ ചെന്നാൽ തന്നെ എല്ലാ വിധത്തിലുള്ള ഇപ്പോഴത്തെ അക്കാദമിക അനക്കാദമിക പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് AMTTI. ഇതിൽ ഇപ്പോൾ ഈ വർഷം അവർ നവതി ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞാൻ വിശാഖ് കോണത്ത്, ഇവിടുത്തെ നോൺ-മെയിൽ ഓഫീസറാണ്. AMTTI സ്കൂളിന് നവതി ആഘോഷിക്കുന്ന AMTTI വിളഫ സ്കൂളിന് എല്ലാവിധ ആശംസകളും. നോൺ-മെയിൽ ഓഫീസർ എന്ന നിലയിൽ ഞാൻ ആ സ്കൂൾ സന്ദർശിക്കുകയും അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്ലാഘനീയമാണ്. ഇവിടെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു കുട്ടികൾക്കെന്നും പ്രചോദനമാകുന്നതും അവർക്ക് എന്നും ഓർമ്മിക്കത്തക്ക പ്രവർത്തനങ്ങളും ആണ് വരുന്നത്. ഒരു TT എന്ന നിലയ്ക്ക് അവിടെ പഠിക്കാൻ വരുന്ന TT അധ്യാപകർക്കും ഇതൊരു വലിയ പ്രയോജനമാകും. മറ്റൊരു TTയിൽ ഞാൻ കാണാത്ത പ്രവർത്തനങ്ങളാണ് AMTTI വിളഭാഗത്ത് കണ്ടുവരുന്നത്. അത് എന്നും തുടരട്ടെ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. എൻ്റെ ഒഫീഷ്യൽ നെയിം ലളിത എന്നാണ്. എന്നിരുന്നാലും എല്ലാവരും എന്നെ വിളിക്കുന്നത് ലാലി എന്നാണ്. എൻ്റെ അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. AMTTIയിൽ TTIയുടെ അധ്യാപികയായിട്ടാണ് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അവിടെ സൈക്കോളജിയും മലയാളവുമായിരുന്നു എൻ്റെ വിഷയം, പഠിപ്പിക്കുന്നതിന് കിട്ടിയിരുന്ന വിഷയം. പിന്നെ 10 വർഷം അവിടെ ടീച്ചിങ് പ്രൊഫഷനിൽ ഇരുന്നതിന് ശേഷം പിന്നെ പ്രിൻസിപ്പലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ബാക്കി കാലം അത്രയും പ്രിൻസിപ്പലായിട്ട് അവിടെ വർക്ക് ചെയ്തു. പിന്നെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിൽ നല്ല രീതിയിൽ
സേവനം കാഴ്ചവെക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ശൈലജ, ആശാൻ മെമ്മോറിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും റിട്ടയർ ചെയ്ത പ്രധാനാധ്യാപികയാണ്. ഏതാണ്ട് 28 വർഷം ഞാൻ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പൈതൃക സ്ഥാപനമാണ്. അല്ല, സ്ഥാപകരിൽ ഒരാളുടെ മകളാണ് ഞാൻ. അപ്പോൾ വിദ്യാർത്ഥിനിയായിട്ടല്ലാതെ അവിടെ വളരെ ചെറുതിലേ തൊട്ട് അച്ഛനോടും ഒപ്പം എൻ്റെ ചേച്ചിയോടും 35 വർഷം എൻ്റെ ചേച്ചി അവിടെ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒപ്പം ഞാനൊരു 28 വർഷത്തോളം വർക്ക് ചെയ്തു. ആദ്യം UP തലത്തിലായിരുന്നു, 10, 11, 12 വയസ്സുള്ള കുട്ടികളുമായിട്ട്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അവരുടെ ജിജ്ഞാസ, അവരുടെ കുസൃതികൾ, അതിനൊപ്പം നിന്ന് അവരോടൊത്ത് കഴിഞ്ഞു പോയ ആ കാലഘട്ടം അത് ഇന്ന് വിശ്രമ ജീവിതത്തിൽ എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നുണ്ട്. അവരിൽ പലരും ഇന്ന് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ കൂടെ എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഭാവുകങ്ങൾ നേരുന്നുണ്ട്. അപ്പോൾ അവരിൽ പലരും ഇത് അറിഞ്ഞിട്ടില്ല, നമ്മൾ നവതി ആഘോഷിക്കുകയാണെന്നുള്ള വിവരം. എന്തായാലും വളരെ നല്ലൊരു കാലത്താണ്. പഠനം കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും തുടർച്ചയായിട്ട് UPSC ആയിട്ടും പിന്നീട് TSC ആയിട്ടും പിന്നീട് എൻ്റെ പ്രധാന അധ്യാപികയായിട്ടും അവിടെ നടന്നിട്ടുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളിലും അങ്ങറ്റം ഭംഗിയായിട്ട് പങ്കെടുക്കുകയും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പ്രധാനാധ്യാപികയായിട്ടും അവിടെ ഇരുന്ന സമയത്തും അവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അക്കാഡമിക് കലണ്ടർ പ്രകാരമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം UPSCയും അതുപോലെ തന്നെ ട്രെയിനിങ് സെക്ഷനിലുള്ള കുട്ടികളും എല്ലാം കലാകായിക മത്സരങ്ങളിലെല്ലാം സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും എല്ലാം പ്രൈസ് വാങ്ങിച്ച് നമ്പർ 1 ആയിട്ടാണ് നടന്നിരുന്നത്. പിന്നെ എൻ്റെ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ ആ പരിസരത്ത് തന്നെയുള്ള ആൾക്കാരുടെ മക്കളായിരുന്നു അവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരസ്പരം പരിചയമുണ്ട്. അപരിചിതമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യത്തിനും എപ്പോഴും എല്ലാവരും എന്നോടൊപ്പം വളരെ സഹകരിച്ച്, അവിടെയുള്ള ജീവനക്കാരായിരുന്നാലും അധ്യാപകരായിരുന്നാലും പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ എന്നോടൊപ്പം അവിടെ അധ്യാപികമാരായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാലഘട്ടം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിട്ട് ഞാനതിനൊക്കെ കണക്കാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അങ്ങറ്റം, അതിൻ്റെ വടക്കേ അറ്റം തൊട്ട് കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള കുട്ടികൾ അവിടെ വന്ന് പഠിക്കുകയും അവരെല്ലാം സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനം ഇനിയും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകണം. വിവിധ കോഴ്സുകൾ കൂടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി ആ നാട്ടിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് ഒരു നാഴികക്കല്ലായി തീർന്നിട്ടുണ്ട് ഈ ആശാ മെമ്മോറിയൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ പരിസരത്തുള്ള ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഇവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളായിരിക്കും അധ്യാപകരായിട്ട് ഇരിക്കുന്നത്. എൻ്റെ പേര് തനിജ എന്നാണ്. ഞാൻ AMTTയിൽ നിന്ന് 2020 ഹെഡ്മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഇപ്പം നവതി ആഘോഷിക്കുന്ന ഈ നമ്മുടെ സ്കൂൾ എൻ്റെ സ്കൂളെന്ന് തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ചെറുതിലേ തന്നെ എൻ്റെ അമ്മ അവിടെ TTCക്ക് പഠിച്ചിരുന്നു. ആ കാലത്ത് ഞാൻ ആ സ്കൂളിൽ പോവുകയും അന്നുള്ള അധ്യാപകരുമായിട്ടും ഒക്കെ എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് UPയിൽ 5, 6, 7 ക്ലാസ്സിൽ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പഠിപ്പിച്ച അധ്യാപകരുമായി എനിക്ക് 1985 ഞാൻ UPയിൽ അധ്യാപികയായിട്ട് വന്നത് ഈ സ്കൂളിൽ. അപ്പം അന്ന് പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് ഒരുമിച്ച് ആ സ്കൂളിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. 85 കയറി. അത് കഴിഞ്ഞ് 2010 വരെ UP സെക്ഷനിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും വെച്ചാൽ സാമ്പത്തിക നിലവാരം ഉള്ള എല്ലാ നിലവാരത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും എയ്ഡഡ് സ്കൂളും ഗവൺമെൻറ് സ്കൂളിനെയാണ് പഠനത്തിനായിട്ട് ആശ്രയിച്ചിരുന്നത്. നമ്മുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം ഇന്ന് പല നിലകളിൽ, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, അപ്പോൾ എല്ലാ ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, അങ്ങനെയുള്ള എല്ലാ നിലവാരത്തിലുമുള്ള കുട്ടികൾ ഉണ്ട്. ഇവിടെ ചെന്നാലും നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ടീച്ചറെ എന്ന് പറഞ്ഞ് ഓടി വരാനുള്ള ഒരു ശിഷ്യ സമ്പത്ത് ഉണ്ട്. അതാണ് അധ്യാപകരുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ് 2010 എനിക്ക് ട്രെയിനിങ് സെക്ഷനിലേക്ക് പ്രൊമോഷനായി 2018 വരെ. അത് കഴിഞ്ഞ് 2018-19 2019-20 ഞാൻ റിട്ടയർ ചെയ്തു. 2020 കൊറോണ ടൈമായിരുന്നു. അതുകൊണ്ട് അവസാനം സ്കൂളൊക്കെ നേരത്തെ അടച്ച് 2 വർഷം എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം സ്കൂളിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് നമ്മുടെ സ്കൂളിലെ ഓഫീസ് സ്റ്റാഫ്, അവർ പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സരസ്വതി ടീച്ചർ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്. ടീച്ചർ ഇതിലെ പരിചയമുള്ള ടീച്ചറാണ് എന്നെ UP സെക്ഷനിൽ കയറാനായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തതും. പിന്നെ ടീച്ചർ TTCയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു നല്ലൊരു അധ്യാപികയായിരുന്നു ടീച്ചർ. അതുപോലെ സ്കൂളിലെ അക്കാഡമിക് കാര്യം അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നുള്ള ടീച്ചേഴ്സ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ശാരിക സാറുണ്ട്, ഇന്ദിര സാറ്, സുജാത സാറ്, ഇവരൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. ഇപ്പോഴും ഞാൻ ഇവരെ കാണാൻ പോകാറുണ്ട്. അതൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമുള്ള അധ്യാപകരാണ്. അന്ന് ഞാൻ UP പഠിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ അടുത്തടുത്തുള്ളവരായിരുന്നു. അവിടെ അജിത ടീച്ചർ, സൽമ ടീച്ചർ, അനിത ടീച്ചർ, പിന്നെ ജെസ്സിമോൾ ടീച്ചർ, സുമ ടീച്ചർ, ഇവരെല്ലാവരും നമ്മളെല്ലാം ഒരേ വീട്ടിലുള്ളവരെ പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. സന്തോഷമായാലും വിഷമമായാലും എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാറുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ്. സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്തും സ്കൂള് വിട്ടിറങ്ങിയ സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ടൊരു വിഷമമായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. പക്ഷെ ഭയങ്കര വിഷമമായിരുന്നു. വെച്ചാൽ സ്കൂളിൽ ഏതാണ്ട് 3 വയസ്സൊക്കെ ഉള്ള സമയം മുതൽ ഞാൻ പോയി തുടങ്ങിയതാണ്. അമ്മയുടെ കൂടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് UP സെക്ഷൻ, പിന്നെ 35 വർഷം സ്കൂളിലിരുന്നു. അപ്പോൾ അത്രയും വർഷം ആ സ്കൂളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇപ്പോഴും എൻ്റെ സ്കൂളെന്ന് പറയുന്നത് AMTTA ആണ്. അതുപോലെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ആ സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴിരിക്കുന്ന HM മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണം പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയും ഈ നവതി ആഘോഷിക്കുന്ന AMTTAക്ക് ആശംസകൾ. അതുപോലെ തന്നെ സ്കൂള് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ HM, അതിന് സഹായിക്കുന്ന ഓഫീസ് സ്റ്റാഫ്, ടീച്ചേഴ്സ്, എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. വാസുദേവൻ ജി, വലിയുള്ള വീട്, മേൽവെട്ടു. ഞാൻ ആ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയതാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5, 6, 7 എന്നെ ഒരു കർഷകനാക്കിയത് ആ സ്കൂളിലെ പഠിത്തമാണ്. അതായത് അവിടെ അന്ന് കൃഷിപാഠം എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ കൃഷിപാഠത്തിൽ കൂടെ മത്സരിപ്പിച്ച് പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യണം, ആ കൃഷി ചെയ്യുന്ന സാധനം അവിടെ കാണിക്കണം, നമുക്ക് വിളവെടുക്കുന്നത് അവിടെ കൊണ്ട് കാണിക്കണം. എനിക്കിവിടെ വസ്തുവുണ്ട്, അതിന് അമ്മ പ്രേരിപ്പിച്ചു. അമ്മയുടെ സഹോദരനാണ് സാമ്പസ് സാറ് ഇതിനു വേണ്ടി ഇവിടെ വരികയും ചെയ്യും. അപ്പം നല്ലതുപോലെ അധ്വാനിച്ച് പഠിക്കാൻ ഉള്ള ഒരു പ്രചോദനം കിട്ടി. അതുകൊണ്ട് ഈ മുകളിലിരിക്കുന്ന പാരിതോഷികങ്ങൾ വാങ്ങാൻ സാധിച്ചു. ഈ പഞ്ചായത്തിലെ മികച്ച കർഷകൻ 6-7 പ്രാവശ്യം അവാർഡ് വാങ്ങി. ഇപ്പോഴായിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ലെവലിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കിയപ്പോൾ അവിടെ എടുത്തു. നമസ്കാരം. ആശാൻ മെമ്മോറിയൽ സ്കൂളിൻ്റെ നവതി ആഘോഷം ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു എന്നറിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1967 മുതൽ 70 വരെ ഞാൻ അവിടെ പഠിച്ചിരുന്നു. അക്കാലത്ത് അതിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നത് എൻ്റെ മാമനായ ചെല്ലപ്പൻ സാറായിരുന്നു. ഈ സ്കൂളിൻ്റെ ഒരു സ്ഥാപകാംഗവും എൻ്റെ അച്ചാച്ചനായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും മൂത്ത ബ്രദറും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവിടുത്തെ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം ആശാൻ മെമ്മോറിയൽ സ്കൂള്
എന്നെ അഭിനയത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് അവസരം തരികയും ചെയ്തതാണ്. അത് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ കുമാരനാശാൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഈ സ്കൂള് ശ്രീനാരായണ ഗുരുവുമായി വളരെ ബന്ധമുണ്ട്. ലണ്ടനിൽ ശ്രീനാരായണ ഗുരു മിഷൻ്റെ സ്ഥാപക കമ്മിറ്റി അംഗമായിരുന്നു, പ്രസിഡൻറ്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ ഞാൻ 40 വർഷമായിട്ട് പ്രവർത്തിച്ചു. കൂടാതെ ഇവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുക്കാനും എനിക്ക് കഴിഞ്ഞു. ഈ നവതി ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. AMTT സ്കൂളിലെ സീനിയർ അധ്യാപിക, UPSD. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശത്താൽ പരിപാവനമായ ഈ പുണ്യഭൂമിയിൽ 90 വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി കുമാരനാശാൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ സ്കൂളിൽ പഠിച്ച് ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ അധ്യാപികയായി സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷവതിയാണ്. കൂടാതെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് പോയ പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ സ്ഥാനമാനങ്ങളും ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്ക് ഉണ്ട്. അവരെ പഠിപ്പിച്ച് ഇവിടുത്തെ പൂർവ്വ അധ്യാപകരെയും ഈ വേളയിൽ ഞാൻ ഓർമ്മിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഈ നവതി ആഘോഷത്തിൽ എൻ്റെ നാട്ടിലെ എല്ലാവരെയും ഹൃദയംഗമമായ ഭാഷയിൽ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശ്യാം. ഞാൻ 31 വർഷമായി ഈ സ്കൂളിൽ ക്ലാർക്കായി ജോലി നോക്കിയായിരുന്നു. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി പ്രവേശിച്ചിട്ട് ഇന്നിപ്പോൾ 46 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് എൻ്റെ പഠനം പൂർത്തിയായി ഒരു ജോലിയുമായി നടക്കുന്ന സമയത്താണ് ഈ സ്കൂളിൽ ഒരു ഒഴിവുണ്ടാകുന്നതും ഞാനിവിടെ ജോലിയിൽ ക്ലാർക്കായിട്ട് പ്രവേശിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നെ പഠിപ്പിച്ച ഈ അധ്യാപകർ അവർക്കൊപ്പം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചുവെന്നും ഞാൻ ക്ലാർക്കായ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് അക്കാലത്ത് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമല്ല, നേരിട്ടാണ് തുക കൈമാറുന്നത്, ശമ്പളം കൈമാറുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എൻ്റെ കൈ കൊണ്ട് കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ തികച്ചും അഭിമാനിക്കുന്നു. ഞാൻ ഇവിടെ കയറുമ്പോൾ ഇപ്പം എനിക്ക് ഇവിടുത്തെ കായികാധ്യാപകൻ ശ്രീ അനുജ സാർ, എന്നേക്കാൾ നല്ല സർവീസുള്ള അധ്യാപകനും കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നതും അവരുടെ കായിക അഭിരുചി അനുസരിച്ച് അവരുടെ നല്ല ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപനമാണ്. അതുപോലെ തന്നെ മറ്റധ്യാപകർ, ഞങ്ങളുടെ നിലവിൽ പ്രിൻസിപ്പൽ ശ്രീമതി ജെസ്സി മാഡം, ഒരു എന്താ പറയുക, ഈ സ്കൂളിനെ എങ്ങനെ വാർത്തെടുക്കാം എന്ന ഒരു നല്ല ഒരു മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രഥമാധ്യാപികയാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, അഭിമാനം കൊള്ളുന്നു ആ ടീച്ചറിൽ. അതുപോലെ നമ്മുടെ മറ്റ് ട്രെയിനിങ് വിഭാഗത്തിലെ അധ്യാപകർ, അവരെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ക്വാളിഫൈഡ് ആണ്, വെൽ ട്രെയിൻഡുമാണ്. അവർ മുഖാന്തരം നമുക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളിലെ ട്രെയിനിങ് വിദ്യാർത്ഥികളിൽ നല്ലപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അവരെ ഭാവിയിൽ നല്ല അധ്യാപകർ അല്ലെങ്കിൽ മറ്റു മേഖലയിലും ജോലിയെടുക്കാൻ പ്രാപ്തരാക്കുന്നതാണ്. അതുപോലെ തന്നെ UP തലത്തിലെ അധ്യാപകർ എല്ലാം എന്നോടൊപ്പം പഠിച്ച് ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്കൂളിൽ പഠിച്ച് ഈ സ്കൂളിൽ തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് ഈ സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള അധ്യാപികയുണ്ട് സന്ധ്യ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാനും സന്ധ്യയും ഈ സ്കൂളിൽ ഒരേപോലെ ജോലി നോക്കുന്നുണ്ട്. സന്ധ്യ ഉൾപ്പെടെ മറ്റ് പല UP വിഭാഗം അധ്യാപകർ, ലാംഗ്വേജ് അധ്യാപകർ, ഇവരുടെ എല്ലാം ശ്രമഫലമായി നല്ല റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കാദമിക തലത്തിലും നല്ല കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലെല്ലാം നല്ല വിജയം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്ഥാനത്തിരിക്കാൻ കഴിയുന്നത് ഈ പള്ളിക്കൂടത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ്. അത് ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച പല വിദ്യാർത്ഥികളും വളരെ സാമ്പത്തിക പിന്നോക്കം നിന്ന കുട്ടികളാണ്. ഞാൻ വലിയ സാമ്പത്തികമെന്നല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിട്ടുണ്ടാണ് ഉള്ളത്. അവരെ പൊതുസമൂഹത്തിലുള്ള മറ്റു കുട്ടികൾക്കൊപ്പം കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു. അതിന് എൻ്റെ പൂർവ്വ അധ്യാപകരും നിലവിലുള്ള അധ്യാപകരും വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിലവിലുള്ള അധ്യാപകരും ഞങ്ങൾ നല്ല വെൽ ട്രെയിൻഡാണ്. അവരെല്ലാം നല്ല കഴിവുള്ളവരുമാണ്. അവർ തുടർന്നും ഈ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളെ അവരെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് വളരെ പ്രയത്നിക്കുന്നതും അവരെ നല്ല രീതിയിൽ എത്തിക്കുന്നതുമാണ്.
നവതി ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് ജെസിമോൾ. നിലവിൽ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിക്കുകയാണ്. 2001 ഞാൻ ഈ സ്കൂളിൽ അധ്യാപക വിഭാഗത്തിൽ പ്രവേശിക്കുന്നത്. UP വിഭാഗത്തിലാണ് ആദ്യമായിട്ട് സേവനമനുഷ്ഠിച്ചത്. തുടർന്ന് 2014 മുതൽ ട്രെയിനിങ് വിഭാഗത്തിൽ അധ്യാപികയായി പ്രവർത്തിച്ചു വന്നു. 2023 മുതൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ചുമതല വഹിക്കുകയാണ്. 1935 സ്ഥാപിതമായ വിദ്യാലയമാണിത്. ഇവിടെ അനവധി അധ്യാപക പ്രതിഭകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിൽ ഒരാളായി മാറാൻ സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. എൻ്റെ അറിവിൽ ഈ സ്കൂളിലെ 23ാമത്തെ പ്രഥമാധ്യാപികയാണ് ഞാൻ. 2023 പ്രഥമാധ്യാപിക ആയ ശേഷം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടികളെ മികവിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടാലൻറ്റ് ലാബുകൾ, ലക്ഷ്യ മീൻസ് കുട്ടികളെ, അതായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആരംഭിച്ചൊരു പ്രോജക്റ്റാണ് ലക്ഷ്യ. ആ ലക്ഷ്യ പ്രോജക്റ്റ് സ്കൂളിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അക്ഷരജ്ഞാനം ഇല്ലാതിരുന്ന കുട്ടികൾ അവരെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. അതുപോലെ കുട്ടികളുടെ സർഗശേഷി വികാസത്തിന് അനുഗുണമായ പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നടപ്പിലാക്കുന്നതിന് നമ്മൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അധ്യാപകരും അനധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം സ്കൂളിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. സ്കൂള് പരിസ്ഥിതി സൗഹൃദപരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി കുറച്ച് ജീവികൾ, അതായത് പരിസ്ഥിതിയെ സ്നേഹിക്കാനും നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ സ്നേഹിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു രീതി നമ്മുടെ സ്കൂളിൽ, അതായത് ജൈവ വൈവിധ്യ ഉദ്യാനം സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സഹജീവികളോടുള്ള കുട്ടികൾക്കുള്ള മനോഭാവം മാറ്റാനും അവരെ സ്നേഹിക്കാനുള്ള മനോഭാവം വളർത്താനും ഇടയാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ മികവുകളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് സ്കൂൾ ലൈബ്രറി. സ്കൂളിലെ ലൈബ്രറിയിൽ വ്യത്യസ്തങ്ങളായ ധാരാളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് അവരുടെ പഠന പ്രവർത്തനങ്ങളോടനുബന്ധിച്ചും റെഫറൻസ് ലേണിങ്ങിനുമായിട്ട് ഉപയോഗിക്കാൻ സജ്ജമായ പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം മികച്ച ലൈബ്രറിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വാങ്ങാനായിട്ട് 2022 നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു. കൂടാതെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, നമ്മുടെ സ്കൂളിൽ 5 സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കൂള് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. ഗവൺമെൻറ് സ്കൂളുകളോടൊപ്പം തന്നെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്നിരുന്നാൽ പോലും 5 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ലാബ്, സയൻസ് ലാബ് അത്യാവശ്യം വേണ്ടുന്ന UP സെക്ഷനിലെ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിൽ സജ്ജീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ സർഗശേഷി വികാസം അത് ലക്ഷ്യമിട്ടുകൊണ്ട് നാദം FM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ 2023 മുതൽ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. നാദം FM-ന്റെ പ്രവർത്തന മികവ് കുട്ടികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്കൂളിൻ്റെ മാത്രം ഒരു സവിശേഷതയോ പ്രത്യേകതയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി. ജൈവ പച്ചക്കറി കൃഷി നിലവിലുള്ള സ്കൂളുകൾ ഉണ്ടാവാം, പക്ഷെ നമ്മുടെ സ്കൂൾ പോലെ അത്രയും മികവാർന്ന രീതിയിൽ കൃഷി നടത്തുന്ന മറ്റൊരു വിദ്യാലയം നമ്മുടെ സബ് ജില്ലയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികൾ നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ആയിട്ട് നമുക്ക് ഒരു വിഭവമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ മുട്ടക്കോഴി വളർത്തൽ, ഗാന്ധി ദർശിനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ കുട്ടികൾക്ക് വേണ്ട, അതായത് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്ന മുട്ട നമ്മുടെ സ്കൂളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഏറെ അഭിമാനത്തോടെ പറയുകയാണ്. ഇനി നമ്മുടെ സ്കൂളിന്റെ സവിശേഷത എന്ന് പറയാവുന്ന ഒരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പുറത്തുനിന്ന് ആളെ വെച്ചുകൊണ്ട് കുട്ടികളിൽ ഇംഗ്ലീഷ്
പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വീതം നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക, പ്രതിരോധ ശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കരാട്ടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം കരാട്ടെ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ കായിക പരിശീലനം, ആഴ്ചയിൽ ഒരു ദിവസം കായിക പരിശീലനം കൃത്യമായി നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കായിക മേളകളിൽ മികവാർന്ന വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിട്ട് നിൽക്കാൻ AMTT സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ കൂടി പറയുകയാണ്. നമ്മുടെ സബ് ജില്ലാ ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേളകളിൽ മികവാർന്ന വിജയം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് മേളയിൽ വർക്കല സബ് ജില്ലയിലെ 53 സ്കൂളുകളെ പിന്നിലാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ 2ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇത്തവണ നമ്മൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് സ്കിറ്റിന് സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടാൻ നമുക്ക് സാധിച്ചു. അത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ്. കാരണം ചുറ്റുവട്ടത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആ മികവാർന്ന വിജയം കരസ്ഥമാക്കിയത്. നമ്മുടെ സ്കൂള് മാതൃഭാഷയ്ക്ക് പുറമെ അറബ്, സംസ്കൃതം എന്നീ വിഷയങ്ങൾ കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. US സ്കോളർഷിപ്പ്, അറബിക് സ്കോളർഷിപ്പ്, അതുപോലെ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികവാർന്ന വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് ആയിട്ടുണ്ട് എന്നതും അഭിമാനിക്കാവുന്നതാണ്. 3 വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ എൻ്റെ സഹ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സഹായത്തോടുകൂടി സ്കൂളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ സ്കൂളിനെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.